അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റമളാനിലെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ ശേഷം തൻ്റെ ശരീരത്തിനു വേണ്ടി കൊടുക്കേണ്ട നിർബന്ധ ദാനമാണ് ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് ആർക്കെല്ലാമാണ് നിർബന്ധമാകുന്നത്? ഒരു കുടുംബനാഥൻ ആർക്കെല്ലാം വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്താണ്? എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട സമയം? ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കേണ്ടതുണ്ടോ? അതുപോലെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട കൃത്യമായ അളവ് എത്രയാണ്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഇപ്രകാരമാണ്: നിസ്കാരത്തിൽ എന്തെങ്കിലും മറന്നാൽ സഹ്വിൻ്റെ മറതിയുടെ സുജൂദ് കൊണ്ട് പരിഹരിക്കുന്നത് പോലെയാണ് ഫിത്ർ സക്കാത്ത്. നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും പിഴവുകൾ പറ്റി എങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ പിഴവുകളെ അല്ലാഹു തആല പരിഹരിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇങ്ങനെയാണ്. ഒരു കുടുംബനാഥൻ തൻ്റെ ചിലവിൽ കഴിയുന്ന ഭാര്യ, മക്കൾ, അതുപോലെ അവൻ്റെ ചിലവിൽ ആരൊക്കെയാണോ കഴിയുന്നത്, ഇവരുടെ എല്ലാം പെരുന്നാൾ ദിവസത്തെ ആഹാരം, വസ്ത്രം, കടം, മറ്റു ചിലവുകൾ എല്ലാം കഴിഞ്ഞ് മിച്ചം വന്നാൽ അവനാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. അതുപോലെ ഒരു കുടുംബനാഥൻ തനിക്കും തൻ്റെ ചിലവിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഒരു കുടുംബത്തിൽ ആ കുടുംബനാഥൻ തൻ്റെ ഭാര്യ, 2 മക്കളും ഉണ്ടെങ്കിൽ അവനും അവൻ്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും, അതായത് 4 പേർക്ക് വേണ്ടി അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആഹാര സാധനം എന്ന് പറയുന്നത് ആ നാട്ടിലെ മുഖ്യ ആഹാരം അത് അരിയാണെങ്കിൽ അരിയിൽ നിന്നും, ഗോതമ്പാണെങ്കിൽ ഗോതമ്പിൽ നിന്നും ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട കൃത്യമായ സമയം എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളിൻ്റെ ചന്ദ്രപ്പിറവി ദൃശ്യമായത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വരെയാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വരെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് വയ്ക്കൽ നിർബന്ധമാണ്. ഏതൊരു സൽക്കർമ്മവും ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം നമുക്ക് കൃത്യമായി ലഭിക്കണമെങ്കിൽ ആ സൽക്കർമ്മം ചെയ്യുമ്പോൾ നിയ്യത്ത് വയ്ക്കൽ നിർബന്ധമാണ്. ഇത് എൻ്റെ ഫിത്ർ സക്കാത്ത് ആണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഭാര്യയുടെ, ഇതെൻ്റെ മക്കളുടെ ഫിത്ർ സക്കാത്ത് ആണ് എന്ന് ഒരു കുടുംബനാഥൻ അങ്ങനെ നിയ്യത്ത് വെച്ച് വേണം ഫിത്ർ സക്കാത്ത് കൊടുക്കുവാൻ. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട കൃത്യമായ അളവ് എന്ന് പറയുന്നത് ഒരു ആൾക്ക് ഒരു സോ വീതമാണ് ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. ഒരു സോ എന്നാൽ 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ് ഒരു സോ. അപ്പോൾ ഒരു കുടുംബനാഥൻ തനിക്ക് വേണ്ടിയും തൻ്റെ ഭാര്യ, 2 മക്കൾ, ഈ 4 പേർക്കും വേണ്ടി, ഒരാൾക്ക് വേണ്ടി 3 ലിറ്ററും 200 മില്ലി ലിറ്ററും, അങ്ങനെ 4 പേർക്കും വെവ്വേറെ ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് നിർബന്ധം. ഫിത്ർ സക്കാത്ത് ലിറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത്, കിലോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നാം കൃത്യമായി ചെയ്യുക. എല്ലാം നല്ല നിലയ്ക്ക് ഫിത്ർ സക്കാത്ത് നാം വീടിക്കഴിഞ്ഞാൽ നാം അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പുകളെല്ലാം ആകാശ ലോകത്ത് അല്ലാഹു തആല തടഞ്ഞു വയ്ക്കും. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ നോമ്പുകളെ അല്ലാഹു തആല വാനലോകത്ത് നിന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഫിത്ർ സക്കാത്ത്, നിർബന്ധമായ ആ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുത്തു വീടുക. അല്ലാഹു തആല നമ്മുടെ നോമ്പുകളെല്ലാം സ്വീകരിച്ച് അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.